السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على نبينا وحبيبنا وقرة أعيننا محمد الذي بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. أما بعد، اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل. إن الله نعم ما يعظكم به. إن الله كان سميعا بصيرا. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم. فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر. ذلك خير وأحسن تأويلا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ അൻ-നിസായിലെ 58 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തോട് കൽപ്പിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ഉപദേശമാണ് ഈ ആയത്ത് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, യഅ്മുറുക്കും, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദു, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ കൊടുത്തു വിട്ടണമെന്ന്. അദ്ദാ യുഅദ്ദി എന്ന് പറഞ്ഞാൽ എന്താ? കൊടുത്തു അല്ലെങ്കിൽ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അൽ അമാനാത്തി, അമാനത്തുകളെ. അമാനത്ത് എന്നതിൻ്റെ ബഹുവചനമായിക്കൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്? അമാനാത്ത്. അപ്പോൾ അമാനത്തുകളെ നിങ്ങൾ അത് കൊടുത്തു വീട്ടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. ആരിലേക്ക്? ഇലാ അഹ്ലിഹ, അതിൻ്റെ അവകാശികളിലേക്ക്. അതിൻ്റെ അഹ്ലുകാരിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവകാശികളിലേക്ക് അമാനത്തുകൾ കൊടുത്തു വീട്ടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. വൈദാ ഹക്കംതും ബൈനന്നാസ്, ഇനി ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുകയാണ് എങ്കിൽ അൻ തഹ്കുമൂ, നിങ്ങൾ വിധിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെ വിധിക്കണം? ബിൽ അദ്ൽ, നീതിയോടുകൂടി. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വിധി കൽപ്പിക്കുകയാണെങ്കിൽ അത് നീതിയോടുകൂടി ആയിരിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്മുറുക്കും. ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് എന്താ കൽപ്പിക്കുന്നത്? ഇദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, നിങ്ങൾ വിധി കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടുകൂടി ആയിരിക്കണം. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുക്കും ബി, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നത് എത്രയോ നല്ല ഉപദേശമാണ്. വഅള യഅ്ലു എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശിച്ചു. യഅ്ലുക്കും ബിഹി, അതുകൊണ്ട് അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു. അത് നിഅമ, എത്ര നല്ലതാണ്. നിഅമ ബീസല്ലേ? നിഅമ എത്ര നല്ലത്, ബീസ എത്ര ചീത്തയാണ്. അതാ ഇന്നല്ലാഹ നിഅമ യഅ്ലുക്കും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ.
നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു എന്നതാണ്. അപ്പോൾ ഈ ആയത്ത് അവതരിക്കുന്നതിൻ്റെ ഒരു സബബുൻ നുസൂൽ, ഇതിൻ്റെ അവതരണ പശ്ചാത്തലമൊക്കെ ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നൊരു സംഭവമാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹ് വേളയിൽ കഅബയെ തവാഫ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയ സന്ദർഭത്തിൽ ലമ്മ ഫതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ദഅ ഉസ്മാൻ ബിൻ തുൽഹ. ഉസ്മാൻ ബിൻ തുൽഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. അദ്ദേഹം ആരാണ്? കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. കഅബൻ്റെ താക്കോൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരു കുടുംബത്തെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തിയാണ് ആര്? ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി വിളിച്ചു അദ്ദേഹത്തെ. ഫലമ്മ അത്താഹു, അങ്ങനെ റസൂലിൻ്റെ അരികിൽ അദ്ദേഹം വന്നപ്പോൾ ഖാല, റസൂൽ പറഞ്ഞു, അരിനിൽ മിഫ്താഹ് യാനി മിഫ്താഹ് അൽ കഅബ. ഉസ്മാനെ, കഅബൻ്റെ താക്കോലൊന്ന് കാണിച്ചു തരൂ. ഫലമ്മ ബസത്ത യദഹു ഇലൈഹി, അപ്പോൾ താക്കോല് പിടിച്ച കൈ പ്രവാചകൻ്റെ നേരെ നീട്ടി അദ്ദേഹം അത് നിവർത്തിയപ്പോൾ ഖാമൽ അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്. മാത്രമല്ല മക്കയിലെ സിഖായത്തിൻ്റെ അവകാശികൾ അവരാണ്. സിഖായത്ത് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ വെള്ളം കൊടുക്കുന്ന, കേട്ടോ, സംസം വിതരണം ചെയ്യുന്ന ഉത്തരവാദിത്വം, അതിൻ്റെ ചുമതല അവർക്കാണ്. ആ താക്കോൽ ഇങ്ങനെ കണ്ടപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ബി അബി അൻത വ ഉമ്മി ഇജ്മഉഹു ലി മഅ സിഖായ. പ്രവാചകരെ, സിഖായത്തിൻ്റെ ചുമതലയോടുകൂടി തന്നെ ഇതും കൂടി എനിക്ക് നിങ്ങൾ നൽകണം. ഏത്? താക്കോല് സൂക്ഷിക്കാനുള്ള അധികാരം കൂടി. സിഖായത്ത് ഇപ്പോൾ ഞാനാണല്ലോ, അതുകൊണ്ട് താക്കോല് സൂക്ഷിപ്പിൻ്റെ ചുമതല കൂടി എന്നെ നിങ്ങൾ ഏൽപ്പിക്കണം. ഫകഫ ഉസ്മാൻ യദഹു, അപ്പോൾ ഉസ്മാൻ തൻ്റെ കൈ വലിച്ചു. റസൂലിൻ്റെ നേരെ താക്കോലുമായി നീട്ടിയ കൈ എന്ത് ചെയ്തു? വലിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാത്തിൽ മിഫ്താഹ യാ ഉസ്മാൻ, ഉസ്മാനെ താക്കോല് തരൂ. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാക അമാനത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു അമാനത്ത് എന്ന നിലക്ക് നിങ്ങളെ ഇതാ ഞാൻ ഏൽപ്പിക്കുന്നു. അപ്പോൾ കൊണ്ടുപോകാൻ പാടില്ല, ആർക്കെന്നെ തരണം? എനിക്കെന്നെ തിരിച്ചു തരണം. ഇതാ ഹാക അമാനത്തല്ലാഹ്. ഫഖാം, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഫതഹൽ കഅബ, കഅബ തുറന്നു. സുമ്മ ഖറജ ഫത്വാഫ ബിൽ ബൈത്ത്, പിന്നെ കഅബയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു, തവാഫ് ചെയ്തു. സുമ്മ നസല അലൈഹി ജിബ്രീൽ അലൈഹിസ്സലാം, റസൂലിൻ്റെ തവാഫ് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ബിറദ്ദിൽ മിഫ്താഹ്, താക്കോല് തിരിച്ചു കൊടുക്കണം. ആരാ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം. താക്കോല് ഉസ്മാൻ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഫദഅ ഉസ്മാൻ ഇബ്നു തുൽഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു തുൽഹയെ വിളിച്ചു. ഫഅഅതാഹുൽ മിഫ്താഹ്, അദ്ദേഹത്തിന് മിഫ്താഹ് കൊടുത്തു. സുമ്മ തലാ, ജിബ്രീൽ അലൈഹിസ്സലാം താക്കോല് കൊടുക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്, അതിൻ്റെ കൂടെയുള്ള ആയത്താണിത്. ഈ ഓതി കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ ആയത്താണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തുകളെ അതിൻ്റെ അവകാശികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു. അമാനത്ത് ഇവിടെ ഒരു വസ്തുവാണ്. ഇനി അമാനത്ത് എന്നുള്ളത് വസ്തുതയുമാകാം, കേട്ടോ. താക്കോലാകുമ്പോൾ എന്താണ്? ഒരു വസ്തുവാണ്. വസ്തുത എന്ന് പറയുന്നത് എന്താകാം? ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ പറയുന്നൊരു വാക്കാകാം. ഇതിപ്പോൾ നീ ശ്രദ്ധിച്ചാൽ മതി, ഇത് പുറത്ത് ആരോടും പറയേണ്ട എന്ന് പറഞ്ഞാൽ എന്തായി? അത് അമാനത്തായി. അത് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, അയാൾ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അങ്ങനെ വല്ല നിർദ്ദേശവും കിട്ടുന്നത് വരെ അത് ആരോടും പുറത്ത് പറയാതിരിക്കുക എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ സംസാരത്തിലുള്ള അമാനത്തിനെ
ആ സംസാരിക്കുന്നതിനിടയിൽ സംസാരം തുടങ്ങിയ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഒന്നും പറയണമെന്നില്ല ഇയാളോട്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ്, അതിൻ്റെ അർത്ഥം എന്താ, ഇതാരും കേൾക്കരുത് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, അമാനത്ത്. അമാനത്തായ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അയാളുടെ ശരീരഭാഷയിൽ നിന്ന് വരെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഗ്രഹിച്ചുകൊണ്ട് അത് സൂക്ഷിക്കണം. അപ്പോൾ റസൂൽ പറയാണ്, ഇടയ്ക്കിടയ്ക്ക് അയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ അതൊരു അമാനത്തായി നിങ്ങൾ പരിഗണിക്കണം. അതിൻ്റേതായ സൂക്ഷ്മത നിങ്ങൾ പുലർത്തണം. വസ്തുക്കളാണെങ്കിലൊക്കെ തന്നെ. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ വസ്തുക്കളായി ആരെങ്കിലും നമ്മുടെ അരികിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ചുമതലയും ബാധ്യതയുമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അവകാശികൾക്ക് തന്നെ അത് കൊടുക്കണം. ഈ സമ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. സമ്പത്ത് അനന്തരാവകാശത്തിൻ്റെത്, വസിയത്തിൻ്റെ കാര്യം, വസിയത്തിൻ്റെതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചാണ് പോകും ആളുകൾ. അപ്പോൾ ആ വസിയത്ത് എന്തായിരിക്കും, ഒരു അമാനത്തായിരിക്കും. അപ്പം മക്കളോടൊക്കെ ആയിരിക്കും വസിയത്ത് ചെയ്യുക. ഇനി മക്കളില്ലെങ്കിലും അടുത്ത ബന്ധുക്കളോടായിരിക്കും വസിയത്ത് ചെയ്യുക. ഇനി മക്കളൊന്നും ഇല്ലാത്ത കേസാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടായിരിക്കും വസിയത്ത് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, അവർ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾ നിർവഹിച്ച് വീട്ടണം. അതൊരു അമാനത്താണ് എന്ന നിലക്ക് തന്നെ നമ്മളെ ഏൽപ്പിച്ച ചുമതല പരിപൂർണമായി നിർവഹിക്കേണ്ട ബാധ്യതയാണ്. അങ്ങനെയൊക്കെ എത്രയോ കേസുണ്ട്. ആളും ഉടമയും ബന്ധുക്കളൊന്നും ഇല്ലാത്ത ആളുകളില്ലേ, നല്ല സ്വത്തുള്ള ആൾക്കാരങ്ങനെയല്ലേ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാകും, എൻ്റെ സ്വത്ത് ഇന്ന രൂപത്തിലൊക്കെ നിങ്ങൾ ചെയ്യണം, നിങ്ങളത് കൈകാര്യം ചെയ്യണം. കൈകാര്യകർത്താവ് എന്ന നിലക്ക് എൻ്റെ സ്വത്തിൻ്റെ ഇത്രയും ഭാഗം നിങ്ങൾക്കാണ്, ബാക്കി ഇത്ര പാലിയേറ്റീവിനാണ്, മറ്റ് കെയർ ഹോമിനാണ്, അല്ലെങ്കിൽ എബിലിറ്റിക്കാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിനാണ്, അനാഥശാലക്കാണ്, പള്ളിക്കാണ് എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തിയും എഴുതിയും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അമാനത്ത് തന്നെയാണ്. അത് കൃത്യമായി എന്ത് ചെയ്യണം, നിർവഹിക്കേണ്ടത് ഈ ചുമതലപ്പെടുത്തപ്പെട്ട വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അയാൾ നിർവഹിക്കേണ്ട അയാളുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ മസ്ഊൽ ആരായിരിക്കും, അയാളായിരിക്കും. എൻ്റെ പാപം മുഴുവൻ അയാൾ ഏറ്റെടുക്കേണ്ടി വരും. ഇനി അമാനത്തിന് 3 തലങ്ങളിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെയും ആ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, അമാനത്തുൽ അബ്ദി മഅ റബ്ബിഹി, ഒരടിമ തൻ്റെ റബ്ബിനോട് നിർവഹിക്കേണ്ട അമാനത്താണ്. റബ്ബിനോട് നിർവഹിക്കേണ്ട അമാനത്ത് എന്താണ്? അള്ളാഹിനോട് നമ്മൾ എന്തെങ്കിലും കരാറോ പ്രതിജ്ഞയോ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതങ്ങനെ തന്നെ നിർവഹിക്കണം. അതൊരു അമാനത്താണ്. അള്ളാഹിനോട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നുണ്ടോ? കരാറെടുക്കുന്നുണ്ടോ? ഉണ്ട്. ഇന്ന് സുബഹിസ്കരിച്ചപ്പോൾ നമ്മൾ കരാറെടുത്തു അല്ലേ? എന്താണത്? ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല എന്നുള്ളത്, ഞാൻ മുവഹിദാണ് എന്നുള്ളത് പടച്ചവനോട് ചെയ്യുന്ന കരാറാണ്. അതൊരു അമാനത്താണ്. അത് പൂർത്തിയാക്കണം. നമ്മുടെ എല്ലാ ആരാധനാനുഷ്ഠാന കർമ്മങ്ങളും നമ്മുടെ ജീവിതവും മരണം തന്നെയും ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിനാണുള്ളത്. ഒരു അമാനത്താണ്. ഒരു അബ്ദ് തൻ്റെ റബ്ബുമായി നടത്തുന്ന അമാനത്താണ് അതിൽ പ്രഥമ പരിഗണനയ്ക്ക് വിധേയമാകേണ്ടത് എന്നാണ് പഠിപ്പിക്കുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വരും. അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടത് അമാനത്ത് തന്നെയാണ്. അതേപോലെ തന്നെ അള്ളാഹു വിലക്കിയ, വിരോധിച്ച, അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കൽ. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും തിന്നരുതെന്ന് പറഞ്ഞത് തിന്നാതിരിക്കൽ, കുടിക്കരുതെന്ന് പറഞ്ഞത് കുടിക്കാതിരിക്കൽ, ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് ഉപയോഗിക്കാതിരിക്കൽ, ഉപഭോഗിക്കരുതെന്ന് പറഞ്ഞതിനോട് നമ്മൾ അടുക്കാതിരിക്കൽ, എല്ലാം എന്തിൽ പെടുന്നു? അള്ളാഹുവോടുള്ള അമാനത്താണ്, ഒരടിമ നിർവഹിക്കേണ്ട അമാനത്താണ് എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെയല്ലെങ്കിൽ അമാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അമാനത്ത് എന്ന പദത്തിന് വിപരീത പദമായി അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് ഖിയാന.
എന്താണ് ഖിയാന? എന്താ ഖിയാന? വഞ്ചന. അത് പടച്ചവനോടുള്ള വഞ്ചനയാണ്. ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട അമാനത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അയാളോടുള്ള വഞ്ചനയാണ്. അത് മുഖേന അള്ളാഹുവിൻ്റെ കൽപ്പന അവൻ എന്ത് ചെയ്യുന്നു? പാലിക്കാതെ പോകുന്നു. അള്ളാഹുവിനോടുള്ള വഞ്ചനയായി അത് വരുന്നു. അതുകൊണ്ടാണ് ഇന്ന സിദ്ഖ അമാന വൽ കദിബ ഖിയാന എന്ന് പറയുന്നത്. സിദ്ഖ് എന്താണ്? അമാനത്താണ്. കദിബാണെങ്കിലോ അത് ഖിയാനത്താണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത്തരം വഞ്ചനകളൊന്നും ഉണ്ടാകാൻ പാടില്ല. എത്ര ചെറിയ സംഗതിയാണെങ്കിലും അതുണ്ടാകാൻ പാടില്ല എന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? അടിമ തൻ്റെ റബ്ബിനോട് നിർവഹിക്കേണ്ട അമാനത്ത്. രണ്ടാമത്തേത് അമാനത്തുൽ അബ്ദി മഅന്നാസ്. ഒരടിമ ജനങ്ങളോട് നിർവഹിക്കേണ്ട അമാനത്ത്. അതിൽ പലതുണ്ട്. ഇപ്പം മാതാപിതാക്കളോടുള്ള അമാനത്ത്. ഇനി ഒരു അടിമയാണെങ്കിൽ തൻ്റെ യജമാനനോടുള്ള അമാനത്ത്. ഒരു തൊഴിലാളിയാണെങ്കിൽ തൻ്റെ ഉടമസ്ഥനോടുള്ള അമാനത്ത്. അതൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നേരെ മറിച്ചുമാണ്. ഒരു മുതലാളിയാണെങ്കിൽ തൻ്റെ തൊഴിലാളിയോട് അവൻ നിർവഹിക്കേണ്ട അമാനത്ത്. അതിനെക്കുറിച്ചൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ അത് മനുഷ്യന്മാർ തമ്മിലുണ്ടാകേണ്ട അമാനത്തുകളാണ്. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളോട് നിർവഹിക്കേണ്ട അമാനത്ത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്ദിലു ബൈന അബ്നാഇക്കും. നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നീതി പാലിക്കണം. ബാഹ്യമായി നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന, പ്രകടിപ്പിക്കാവുന്ന എല്ലാ കാര്യങ്ങളും മക്കൾക്കിടയിൽ നീതിയോടുകൂടിയേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചെയ്യാൻ പാടുള്ളൂ. സ്വത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ആണെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ഓരി വെച്ച് കൊടുക്കുന്ന സംഗതികളിലാണെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെയോട് അല്ലേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. ഒരു സഹാബ വനിതയോടാണ്, എൻ്റെ കുട്ടിക്ക് എന്നെ സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞാൽ നിൻ്റെ എല്ലാ മക്കൾക്കും കൊടുത്തോന്ന് ചോദിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അത് കൊടുക്കലാണെന്ത്? അമാനത്ത്. അവിടെ നീതി പാലിക്കണം, തുല്യമായ നീതി പാലിക്കണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഇടയിൽ പാലിക്കേണ്ടത് എന്താണ്? അമാനത്താണ്. കാരണം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഇണ, തൻ്റെ പത്നി, തൻ്റെ സഹധർമ്മിണി, തൻ്റെ ജീവിത പങ്കാളി, എന്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത്? റസൂലത തൻ്റെ അവസാനത്തെ ഖുത്ബയിൽ ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞത്, അൻതും അഖത്തുമൂഹുന്ന ബി അമാനത്തില്ലാ. നിങ്ങൾ അവരെ കൈപിടിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് അള്ളാൻ്റെ ഒരു അമാനത്താണ്. അപ്പം എന്ത് ചെയ്യണം? അത് നിങ്ങൾ പാലിക്കണം. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ. അള്ളാഹുവിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ആ വിവാഹം വരെ അവരിൽ നിഷിദ്ധമായിരുന്നതെല്ലാം വിവാഹത്തിന് ശേഷം വിശുദ്ധമായി തീരുന്നത്. വിവാഹം കഴിക്കുന്നവരെ, നിക്കാഹ് കഴിക്കുന്നവരെ സ്ത്രീ നമുക്ക് അന്യയാണ് അല്ലേ? വിവാഹം കഴിച്ചു കഴിഞ്ഞാലോ അവർ നമ്മുടേതാകുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഹറാമായതെല്ലാം പിന്നെ ഹലാലാകുന്നു. ഹലാലാകുക എന്ന് മാത്രമല്ല, പിന്നെ നമ്മുടെ ദാമ്പത്യത്തിന് പഠിച്ചവൻ പ്രതിഫലം നൽകുന്നു. നമ്മുടെ വൈവാഹിക ജീവിതത്തിലുടനീളം അള്ളാഹു പ്രതിഫലം നൽകുന്നു. നമ്മുടെ കുടുംബ ജീവിതത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നു. ഈ അമാനത്ത് നിർവഹിച്ചാലാണ് കൂലി കിട്ടുക, അല്ലെങ്കിൽ ഉണ്ടോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ സഹധർമ്മിണികളോടൊത്ത് സഹശയനം നടത്തുന്നതിന് വരെ അള്ളാഹ് നിങ്ങൾക്ക് കൂലി തരും. അപ്പോഴാണ് സഹാബത്ത് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നത്, നബിയെ, നിങ്ങൾ ഞങ്ങളുടെ വികാരം പങ്കുവെക്കുന്നതിന് വരെ ഞങ്ങൾക്ക് കൂലിയുണ്ടോ? അപ്പോൾ റസൂൽ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ ഹറാമായ മാർഗത്തിലാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ അത് കുറ്റമാണോ, പാപമാണോ? അല്ലേ? ഹറാമല്ലേ സിന. എന്നാൽ വിവാഹത്തിന് ശേഷം ഹലാലായ മാർഗത്തിലാണ് നിങ്ങൾ അത് പൂർത്തീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിനെന്തായാലും പുണ്യമുണ്ട്. അതിന് വരെ പുണ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന, സ്നേഹത്തോടെ നൽകുന്ന ഒരു ചോറ്റുരുളക്ക് പോലും എന്തുണ്ട്? കൂലിയുണ്ട്. അപ്പോൾ ഒരു ഉരുളക്കേ കൂലിയുള്ളൂ എന്നല്ല കേട്ടോ.
അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവർക്ക് സംരക്ഷണം നൽകുന്നതും മക്കളെ തീറ്റിപ്പോറ്റുന്നതും അതിനൊക്കെ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അമാനത്ത് നിർവഹണമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ചെലവഴിക്കുന്ന ദീനാറുകളിൽ, സമ്പത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രതിഫലം അല്ലാഹു നൽകുന്നത് ദീനാറുൻ അൻഫഖ്തഹാ ഫി അഹ്ലിക്, ഹലാലായ സമ്പാദ്യത്തിലൂടെ നിങ്ങളുടെ കുടുംബം പോറ്റാൻ നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പാദ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പുണ്യവും പ്രതിഫലവും അല്ലാഹു നൽകുന്നത് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നിർവഹിക്കപ്പെടുന്നത് എന്താണ്? കുറേ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അമാനത്തുൽ അബ്ദി മഅന്നാസ്, മനുഷ്യരുമായി. അടുത്തവരാകുമ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത ബാധ്യത നമുക്കുണ്ടാകും. പിന്നെ ഇങ്ങനെ എല്ലാ മനുഷ്യരോടുമായിട്ട് നമുക്ക് ബാധ്യത ഉണ്ട്. ഒന്ന് അടുത്ത രക്തബന്ധമുള്ളവർ, കുടുംബ ബന്ധമുള്ളവർ, അയൽപക്ക ബന്ധമുള്ളവർ, സുഹൃബന്ധം, അല്ലേ? അധ്യാപക വിദ്യാർത്ഥി ബന്ധം, ഉസ്താദുമാർ, അവർക്കൂടെ നമുക്ക് ബാധ്യതയല്ലേ? അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ മനുഷ്യരായ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. ഈ ബന്ധങ്ങളിലെല്ലാം എന്തുകൂടിയുണ്ട്? അമാനത്ത്. രണ്ടാമത്തെ അമാനത്ത്. മൂന്നാമത്തേത് കൂടി വിശദീകരിക്കപ്പെടുന്നുണ്ട്. അമാനത്തുൽ ഇൻസാൻ മഅ നഫ്സിഹി, ഒരു വ്യക്തിക്ക് തന്നോട് തന്നെയുള്ള അമാനത്ത്. നമ്മളെ കാര്യം നോക്കണം, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കണം, നമ്മുടെ സമ്പത്തിൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. നമ്മുടെ സംഗതിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നല്ല നിലയിൽ ഭക്ഷണം കഴിച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഇദാ അത്അംത നഫ്സക ഫഹുവ ലക സദഖ, നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂലി ഉണ്ടെന്ന് പഠിച്ചോളൂ. നമ്മൾ എത്ര ഭാഗ്യവാന്മാരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു പൊളിക്കണ്ട കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അതിനെ പഠിച്ചാൽ നമുക്ക് കൂലി. സുബ്ഹാനല്ലാഹ്, അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്ന ആരാണ്? ഭാര്യമാർ, അല്ലേ? രാവിലെ തന്നെ എഴുന്നേറ്റ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അത് നല്ല നീയത്തോടു കൂടിയാണെങ്കിൽ എന്തായി? ഓരോ പത്തിരി പരത്തുന്നതും എന്താണ്? അതിനെ കൂലി. ഓരോ പരത്തലിലും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വേറെ കൂലി. അവിടെ എന്തൊക്കെ ചെയ്യും? അതുകൊണ്ടാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒരുക്കുന്നതും അത് കൊടുക്കുന്നതിനൊക്കെയുള്ള കൂലി. എനിക്ക് ഭക്ഷണം തരാനല്ലേ ഈ പറയുന്നത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട കാര്യം പറയണേ. അതിൻ്റെ കൂടി കാരണം ഇത്ആമുത്ത്വാമാണല്ലോ ഖുർആൻ പഠിപ്പിച്ചിരുന്നത്. വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. ഇത്ആമുത്ത്വാം വലാ യഹുദ്ദൂന അലാ ത്വആമിൽ മിസ്കീൻ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മെനക്കെടില്ലേ, അല്ലേ? അതിനടുപ്പൂതണം കത്തിക്കണം, അപ്പോൾ സ്റ്റൗ മതി. അതെല്ലാം എല്ലാ സംഗതികളും അതൊക്കെ നിർവഹിക്കപ്പെടുമ്പോൾ അതിനെന്തുണ്ട്? പ്രതിഫലമുണ്ട്. നമ്മളൊരു സാധുവിന് 5 ഭക്ഷണം കഴിച്ചു പറഞ്ഞൊരു കിറ്റ് കൊടുക്കുന്നതിനേക്കാൾ കൂലി ചിലപ്പോൾ എന്തായിരിക്കും? അവർക്ക് ഭക്ഷണം ഉണ്ടായിരിക്കും. പണ്ടൊക്കെ തന്നെ ഈ ഖുർആൻ്റെ ഈ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മളൊരു 10 സാധുക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരിക്കൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ എന്തുണ്ട്? ആ ഖുർആനിൻ്റെ ആ സ്പിരിറ്റ് ചോരാതെ ഈ പുണ്യം ചെയ്യാൻ നമുക്ക് എല്ലാം അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. പരമാവധി അങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞുകൊണ്ടുവന്ന എന്താ? ഈ അമാനത്തുൽ ഇൻസാൻ മഅ നഫ്സിഹി, നമുക്ക് നമ്മോട് തന്നെ എന്തുണ്ട്? അമാനത്തുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തിഗതമായി നൽകിയിട്ടുള്ള പ്രത്യക്ഷമായതും പരോക്ഷമായതുമല്ല നിയമത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്. വസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന, പ്രത്യക്ഷമായ നിഅമത്തും പരോക്ഷമായ നിഅമത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ പ്രത്യക്ഷമായ നിയമത്തിൽപ്പെട്ട ഒന്നാണെന്ത്? നമ്മുടെ ആരോഗ്യം, അല്ലേ? ആരോഗ്യം ഉണ്ടായതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉദ്ദേശിച്ചിടത്തൊക്കെ യാത്ര ചെയ്യാനും കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ ഈ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് നമ്മളോട് നിർവഹിക്കേണ്ട ഒരു
അപ്പോൾ നമ്മുടെ ജീവിതശൈലിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരു പാകത്തിന് ഇങ്ങനെ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിച്ച് പോകണം. അമിതമാകരുത്, ഒന്നിനും അമിതമാകരുത്. വലാ തുസ്രിഫു കുലു വഷ്റബു വലാ തുസ്രിഫു എന്നാണ്. അതേപോലെ തന്നെ തബ്ദീർ ഉണ്ടാകാൻ പാടില്ല. എന്ത് ചെലവഴിക്കുകയാണെങ്കിലും അവിടെ ദുർവ്യയം ഉണ്ടാകാൻ പാടില്ല, ഒന്നിലും അമിതമാകാൻ പാടില്ല, എല്ലാറ്റിലും മിതത്വം പാലിക്കണമെന്നാണ് ഈ ദീന് നമ്മളോട് കൽപ്പിക്കുന്നത്. അതിലൊരു സമാധാനം ഉണ്ടാകും, അതിലൊരു സുഖം ഉണ്ടാകും. ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറ ഫുർഖാൻ്റെ അവസാന ഭാഗം ഇബാദുർ റഹ്മാൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ, എന്തില്ല, ഇസ്റാഫില്ല. വലം യഖ്തുറൂ, പിശുക്കൂല്ല. പൈസക്ക് എമ്പാടുണ്ട് മുപ്പരടുത്ത്, പക്ഷെ എന്ത് ചെയ്യില്ല, അവിടെ ഇറങ്ങൂല. പൈസ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പോലും ചെലവഴിക്കാതെ അവനവനെന്നെങ്കിലും ഒരു നല്ല തുണി കുപ്പായൊക്കെ ഇട്ട് നടക്കണ്ടേ, പൈസയൊക്കെ ഉണ്ട്. അവർ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിവെച്ച് പൂത്ത് പോകും അല്ലേ. ഇതവിടെ ഒളിപ്പിച്ച് വെച്ചതെന്നും കൂടി അറിയില്ല, ഭാര്യയ്ക്കും കൂടി അറിയില്ല. അഥവാ മരിച്ചാലോ ഇത് പൂതലൊടിച്ച് പോവുകയും ചെയ്യും, ആർക്കും അറിയാതെ. അങ്ങനെയുള്ള പൈസ നമ്മളെടുത്ത് ഉണ്ടാക്കാൻ പാടില്ല, കെട്ടിപ്പൂട്ടി വെക്കാൻ പാടില്ല. ആവശ്യത്തിന് എന്ത് ചെയ്യണം, ചെലവഴിക്കണം. നമുക്ക് എന്തേ ഉണ്ടാകുള്ളൂ. റസൂൽ അവസാനം കൊണ്ടുപോണ രംഗത്തിൽ നമുക്കുണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ, യഖൂലുൽ ഇൻസാനു മാലി 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 മാലി, എൻ്റെ സ്വത്ത്, എൻ്റെ പണം, എൻ്റെ സമ്പത്ത്, എൻ്റെ മുതൽ എന്ന് മനുഷ്യനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലക യബ്ന ആദം മിൻ മാലിക് ഇല്ലാ മാ അകൽത ഫഅഫ്നൈത. മനുഷ്യ, നിനക്ക് നിൻ്റെ സ്വത്ത് നിന്ന് എന്താ കിട്ടുന്നത്, നീ തിന്നത് അങ്ങനെ ചിലവായി അല്ലേ. ഔ ലബിസ്ത ഫഅബ്ലൈത, അല്ലെങ്കിൽ നീ നല്ല വസ്ത്രമൊക്കെ എടുത്ത് ധരിച്ച് അന്തസ്സായി നീ നടന്നത് അങ്ങനെ ചിലവായി പോയത്. പിന്നെ എന്താ നിനക്ക് കിട്ടുന്നത്, ഔ തസദ്ദഖ്ത ഫഅംദൈത, അള്ളാഹുവിൻ്റെ പുണ്യവും പ്രീതിയും കൂലിയും ആഗ്രഹിച്ച് നീ ധർമ്മം ചെയ്തത് നിനക്കുണ്ട്. മറ്റേ നമ്മളെ അക്കൗണ്ടിൽ വരുമോ, ഇല്ല. അത് നല്ല നിലക്ക് നിങ്ങൾ ചെയ്താൽ അതാണ് നമ്മളോടുള്ള അമാനത്ത് എന്ന് പറയുന്നത്. നല്ല വെടിപ്പും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ അടുക്കും ചിട്ടയും വെടിപ്പും വൃത്തിയുമുള്ളൊരു ജീവിതം അള്ളാഹ് നൽകിയ നിയമത്ത് കൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളത് നമ്മളോട് ചെയ്യേണ്ട അമാനത്താണ്. അതിന് പഠിച്ചോ നമുക്ക് കൂലി എന്നുള്ളതാണ് പറയുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ നിഅമഹു അലാ അബ്ദിഹി എന്നാണ്. അള്ളാഹു തൻ്റെ ഒരു അടിമക്ക് അവന് നൽകിയിട്ടുള്ള നിയമത്തുകൾ അവൻ്റെ ജീവിതത്തിൽ കാണാൻ ആർക്ക് ആഗ്രഹമുണ്ട്, മോഹമുണ്ട്. പഠിച്ചോൻ മോഹൻ ഇത്രയൊക്കെ കൊടുത്തിട്ട് അവൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നല്ല നിലക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് കാണാൻ ആർക്ക് കൂടി കൊതിയുണ്ട്, അള്ളാഹ് ഇഷ്ടപ്പെടുന്നു, അള്ളാഹ്ക്കും കൂടി ആഗ്രഹമുണ്ട്. അത് നമ്മളോടുള്ള അമാനത്താണ്. നമുക്ക് കൂലി പോകുന്നുണ്ടോ, അതാണ് ഒരു മുഅ്മിൻ്റെ സവിശേഷത. നമ്മൾ ചെയ്യുന്നതിനൊന്നും നമുക്ക് വൃഥാവിലാകുന്നില്ല, വെറുതെയാകുന്നില്ല കേട്ടോ. 3 തലങ്ങളിൽ ഈ അമാനത്ത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ, വൈദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ വിധി പറയുകയാണെങ്കിൽ. ഹക്കമ എന്ന് പറയുന്നത് വിധി. ഒരു ഹാക്കിമിന് വിധി കൽപ്പിക്കാം. അതുകൊണ്ടാണ് ഹാക്കിമുകൾ, വിധി കൽപ്പിക്കുന്ന ആൾ, ജഡ്ജിമാർ, അവർക്കുണ്ടാകേണ്ട കാര്യങ്ങളൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. ജഡ്ജിമാരെന്ത് ചെയ്യും, വാദിയും പ്രതിയും വരും അല്ലേ. ചിലപ്പോൾ വാക്വൈഭവം കൊണ്ടും സാമർത്ഥ്യം കൊണ്ടും ഒരാളെ പരാജയപ്പെടുത്താൻ കൂട്ടത്തിൽ ഒരാൾക്ക് കഴിഞ്ഞെന്ന് വരും. അപ്പോൾ വിധി കൽപ്പിക്കുന്ന ആൾ എന്താണ് നോക്കുക, അവരിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക. എന്നിട്ടാണ് എന്ത് ചെയ്യുക, വിധി കൽപ്പിക്കുക. വൈബ് അറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞുതരാം, എൻ്റെ മുമ്പിൽ വന്ന് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വാക്ചാതുരി, വാക്വൈഭവം, അതിലൂടെ ഞാൻ അർഹതപ്പെട്ട ഒരാളുടെ അവകാശം
നിഷേധിക്കപ്പെടുന്ന രീതിയിലാണ് വിധി കൽപ്പിക്കുന്നതെങ്കിൽ മറ്റേ ആൾ പേടിച്ചു കൊള്ളട്ടെ, എന്ത് നരകത്തിൻ്റെ ഒരു കഷ്ണമാണ് അവന് ഞാൻ മുറിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? വിധി പ്രത്യക്ഷത്തിലാണ് ശരിക്കും നടത്തുക. വാദിയും പ്രതിയുമാണ് അതിൽ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വരെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറയുന്നുണ്ട്. അമറല്ലാഹു ബിൽ അദ്ൽ ഫി ആയാത്തിൻ കസീറ. വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾ നീതി പാലിക്കണം. തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണെന്ത്? നീതി പാലിക്കുക എന്ന സ്വഭാവം. കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്. ഇനി 135-ാമത്തെ ആയത്ത് ഈ സൂറയിൽ തന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന നീതിയുടെ ആയത്താണിത്. ഫസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ൽ വഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ എന്നാണ് ഖുർആൻ സൂറ ഹുജറാത്തിൽ പറയുന്നത്. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായാൽ എന്ത് ചെയ്യണം? ഫസ്ലിഹു ബൈനഹുമാ. രണ്ട് കക്ഷികൾക്കിടയിൽ, രണ്ട് വ്യക്തികൾക്കിടയിൽ, രണ്ട് കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. സുൽഹ് എന്ന് പറയുന്നത് രഞ്ജിപ്പ്. അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ നടത്തണം. അതൊരു വലിയ മസ്ലഹത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അതും ഫസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി വഖ്സിതു. എങ്ങനെയായിരിക്കണം? നീതിയോടുകൂടിയായിരിക്കണം അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നീതി നടപ്പിലാക്കുന്ന ആളുകളെ ഏറെ ഇഷ്ടപ്പെടുന്നു. കാരണം എന്താ? പഠിച്ചോ നീതിമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി ചെയ്യോ? ഇല്ല. അതുകൊണ്ട് നീതി പാലിക്കുന്നവരെ, നടപ്പിലാക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങളെ ഇവിടെ പറയുന്നത്. ഒന്നെന്താണ്? അമാനത്ത്. രണ്ടാമത്തേതോ അദ്ൽ. ഈ രണ്ട് ഉപദേശം എത്ര നല്ല ഉപദേശമാണെന്നാണ് അത് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ സമാപനം. ഇന്നല്ലാഹ നിഅമ്മാ യഇദുകും ബി. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ നല്ല ഉപദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നിങ്ങൾ അറിയുവിൻ. എന്താണ്? ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, പക്ഷേ അള്ളാഹു നമ്മളെ കാണുന്നു. ഏത് അമല് ചെയ്യുമ്പോൾ ഈ ഒരു ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പുണ്യങ്ങൾക്ക്, നമ്മുടെ സുഹൃതങ്ങൾക്ക് മാറ്റുകൂടുന്നത്, തിളക്കം കൂടുന്നത്. അപ്പോഴാണ് ഇഖ്ലാസ് മനസ്സിൽ വരിക, അല്ലേ? ആര് കാണുന്നില്ലെങ്കിലും ആര് കാണുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാൻ അള്ളാഹിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹ് എന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അതാണ് ഇഹ്സാനിനെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ നിർവചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അമാനത്ത് പരിപൂർണമായി വ്യക്തി എന്ന നിലക്ക് നമ്മുടെ സ്വന്തങ്ങളോടും അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള മറ്റെല്ലാ ജനങ്ങളോടും സർവോപരി അള്ളാഹുവിനോടുമുള്ള അമാനത്ത് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ്, നിങ്ങൾ ആരെ അനുസരിക്കണം? അള്ളാഹുവിനെ അനുസരിക്കണം. വഅത്തിഉർ റസൂൽ, നിങ്ങൾ റസൂലിനെ അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. അത് നോക്കൂ, നിങ്ങൾ അതിൻ്റെ മുൻഗണന പറഞ്ഞത്. ഒന്നാമത്തത് ഇതാഅത്തുല്ലാഹ്, അള്ളാഹിനെ അനുസരിച്ചാൽ തന്നെ എന്ത് വരും? ആരനുസരിക്കൽ വരുമല്ലേ? റസൂൽ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമുക്ക് എത്തിച്ചു തന്ന ദൈവദൂതനാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രവാചകന്റെ ഓരോ ചര്യകളിലും സുന്നത്തുകളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആർക്കാണത്? ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കും.
ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമുൽ ആഖിർ. പിന്നെന്തായിരിക്കണം? പരലോകത്തെ പ്രതിഫലമാണ് ആഗ്രഹിക്കേണ്ടത്. പിന്നെ ആർക്കാണ്? വദക്കറല്ലാഹ കസീറ, ധാരാളമായി അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇവർക്ക് തീർച്ചയായും പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ കൽപ്പന, പ്രവാചകനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പ്രവാചകൻ നമ്മളോട് കൽപ്പിക്കേണ്ട എന്തെങ്കിലും ഡയറക്റ്റായിട്ട് വന്നിട്ട് ഇല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതെല്ലാം എവിടെയുണ്ട്? വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ഖുർആനിൻ്റെ നിയമനിർദ്ദേശങ്ങളെ അനുസരിക്കുക, അള്ളാഹിനോടുള്ള അനുസരണം നമ്മൾ അത് പ്രാവർത്തികമാക്കേണ്ടത്, അതിൻ്റെ ഇസ്തിഖാമത്ത്, അതിൻ്റെ പ്രയോഗവൽക്കരണം എങ്ങനെയാകണം? ഖുർആനികാധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അത് നമ്മുടെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ ബിന്ദുവിലും, സ്പന്ദനങ്ങളിലും ഈ താഴത്തുള്ള എന്തുണ്ടാകണം? അള്ളാഹുവിലുള്ള ഈ അനുസരണം, അള്ളാഹിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. ഈ അള്ളാഹിൻ്റെ കൽപ്പനകൾ നമുക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി വന്ന ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സുന്നത്ത്. സുന്നത്ത് നമ്മൾ പറയുന്നതാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. റസൂലേ, വഅൻസൽനാ ഇലൈക ദിക്ർ, ഈ ഉത്ബോധന ഗ്രന്ഥത്തെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് നിങ്ങളത് വിശദമാക്കി കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം. റസൂൽ അത് വിശദീകരിച്ചു കൊടുക്കുന്നത് നബി പറഞ്ഞതിനേക്കാൾ കൂടുതലായി നബിയുടെ ജീവിതത്തിലൂടെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഒരു ഫിഖ് ക്ലാസ്സിൽ ഇങ്ങനെ ഒരാൾ സംശയം ചോദിച്ചാൽ, അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷറത്ത് എത്രയാണ്, ഫർള് എത്രയാണ്, അതിൻ്റെ സുന്നത്ത് എത്രയാണ്, അതിൻ്റെ അർക്കാൻ എത്രയാണ്, അതിൻ്റെ വാജിബ് എത്രയാണെന്നൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ എഴുതി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? മദ്രസയിലെ കുട്ടികളെ ഫിഖുകൾ അതില്ലേ? നിസ്കാരത്തിൻ്റെ അർക്കാൻ എത്ര, അതിൻ്റെ ഫർളുകൾ എത്ര, സുന്നത്തുകൾ എത്ര എന്നൊക്കെ. അതെന്തിനാ അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്? ഒരാൾ സംശയം ചോദിച്ചാണ്, അല്ല ഇപ്പം നമ്മളിങ്ങനെ കുട്ടികളെ അതിൻ്റെ അർക്കാൻ, പിന്നെ സുന്നത്ത്, ഫർള് എന്നൊക്കെ പഠിപ്പിക്കണ മാതിരി അള്ളാഹിൻ്റെ റസൂൽ സഹാബത്തിനെ പഠിപ്പിച്ച വല്ല ഹദീസും ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏയ് ഉണ്ടോ? ഇല്ല. വദൂവിൻ്റെ ഫർളും സുന്നത്തും സംഗതിയില്ലേ? തയമ്മൂമിൻ്റെ ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വദൂ പഠിപ്പിച്ച സഹാബത്തിനെ ഒരു തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. നബി വദൂ ഉണ്ടാക്കിയത് കാണിച്ചു, പ്രാക്ടിക്കലായിട്ട് കാണിച്ചു. അതിൻ്റെ മഹത്വം, അതിൻ്റെ സംഗതിയൊക്കെ പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി പഠിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരെ ചുമതലപ്പെടുത്തി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വദൂ ഉണ്ടാക്കുന്ന പഠിപ്പിച്ചു കൊടുക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബിൻ്റെത് കണ്ടിട്ട്, അതാണ് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിസ്കാരം അങ്ങനെ തന്നെയാണ്, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അതേപോലെ നിങ്ങളും നിസ്കരിക്കണം. പിന്നെ എന്തിനാ ഇപ്പം നമ്മളിതൊക്കെ എഴുതി പഠിപ്പിക്കണ കുട്ടികളെ? അപ്പം അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അത് പ്രാക്ടിക്കലായി പഠിപ്പിച്ചു. നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. പിന്നെ ഇങ്ങനെ ഒരു രീതി വിശദമായി നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനാണ്? കുട്ടികൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും. അതിൽ റുക്കിന് നഷ്ടപ്പെട്ടാൽ നമസ്കാരം തന്നെ നഷ്ടപ്പെടും അല്ലേ? നിസ്കാരത്തിൻ്റെ റുക്കിനില്ലാതെ പോയാൽ, റുക്കുവില്ലാതെ പോയാൽ നിസ്കാരം ഉണ്ടോ? ഇല്ല. ഖിയാമില്ലാതെ പോയാൽ നിസ്കാരം ഉണ്ടോ? സുജൂദ് ചെയ്യാൻ ഒരാൾ മറന്നു എന്ന് വിചാരിക്കുക, അയാൾക്ക് നിസ്കാരം പൂർത്തിയായോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഓരോ സുപ്രധാന ഘടകം ഏതാണ്, അപ്രധാനമായത് ഏതാണ് എന്ന്, അതായത് എന്തെങ്കിലും മറന്നു പോയാൽ നിസ്കാരത്തിന് പരിക്ക് പറ്റാത്തത് അപ്രധാനം എന്ന് പറഞ്ഞ് ഇവിടെ ചക്കും കടവ് ക്ലാസ്സിൽ നിസ്കാരം കൊളാക്കിക്കരുത് പറയണ്ട. ഒരു വാക്ക് പറയുന്നപ്പോൾ കരുതണം, സുപ്രധാനം അപ്രധാനം എന്നൊക്കെ പറയുമ്പോൾ. അപ്പം ചിലത് മറന്നു പോയാൽ എന്ത് ചെയ്യേണ്ടതില്ല, രണ്ടാമത് തിരികെ ചെയ്യേണ്ടതില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി? സഹവിൻ്റെ സുജൂദ് ചെയ്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മൾ തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ തൗഹീദിൻ്റെ
ഇനങ്ങൾ പറയില്ലേ, എത്ര തരമുണ്ട് തൗഹീദ്. അപ്പോൾ തൗഹീദും ഫിൽ റുബൂബിയ്യ, രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വം, തൗഹീദും ഫിൽ ഉലൂഹിയ്യ, കേട്ടോ, ആരാധനയിലുള്ള ഏകത്വം. ആദ്യം നമ്മൾ അത്രയും പഠിച്ചിട്ടുള്ളായിരുന്നു. ആദ്യം നമ്മുടെ കയ്യിൽ തൗഹീദിനെ കുറിച്ച് അറിയാനുള്ള പുസ്തകം കണ്ണൂരിലുള്ള നമ്മുടെ അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ അത്തൗഹീദ് എന്ന പുസ്തകമായിരുന്നു. ഇവിടെ ലൈബ്രറി ഉണ്ട് ഇതിനകത്തും, കേട്ടോ. ഞാൻ അവിടെ നോക്കിയപ്പോൾ കണ്ടിരുന്നു അത്തൗഹീദ്. പണ്ടത്തെ ഒരു അത്തൗഹീദ് ഉണ്ട്, അതായിരുന്നു ഏക സാഹിത്യം നമ്മളുടെ. പിന്നെ അമ്മാനി മൗലവിൻ്റെ പരിഭാഷ. അന്ന് ഈ യുവതി പ്രസിദ്ധീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ തൗഹീദും ഫിൽ റുബൂബിയ്യ തൗഹീദും ഫിൽ ഉലൂഹിയ്യ ഉള്ളായിരുന്നു. പിന്നെ വിശദമായി പഠനം, പിന്നെ തൗഹീദും ഫിൽ അസ്മാഇ വസിഫാത്ത് വന്നു, മൂന്നാമത്തേത്. അപ്പം അങ്ങനെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ റസൂലിൻ്റെ കാലത്ത് നബി പഠിച്ചോളി തൗഹീദ് പഠിച്ചോളി, തൗഹീദും ഫിൽ റുബൂബിയ്യ തൗഹീദും ഫിൽ ഉലൂഹിയ്യ തൗഹീദും ഫിൽ അസ്മാഇ വസിഫാത്ത് എന്ന് നബി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇത് പിന്നീട് എന്തിനു വേണ്ടിയാണ്? തൗഹീദിനെ കുറിച്ച് സമഗ്രമായി ലളിതമായി ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഒരു ഖുർആനിൻ്റെ ഓതി, ഖുർആൻ്റെ ആയത്തുകൾ ഓതി പഠിപ്പിച്ചതോടുകൂടി ഒരു തൗഹീദ് ക്ലിയറായി. അഖീദ ക്ലിയറാക്കാൻ നിങ്ങൾ വായിച്ച പുസ്തകം ഏതാണെന്ന് ഒന്ന് ചോദിച്ചിട്ടൊന്നുമില്ല സഹാബത്തിൻ്റെ കാലത്ത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കഷനൊക്കെ നടത്തുമ്പോഴേ ബഹുമാന്യനായ നമ്മുടെ CP ഉമർ സുല്ലമിയോട് വിദേശയാത്രാവേളയിൽ ഒരു ഷെയ്ഖ് ചോദിച്ചു, അഖീദയുടെ വിഷയത്തിൽ നിങ്ങൾ ഏതൊക്കെ കിതാബാണ് വായിച്ചിട്ടുള്ളത്? അപ്പോൾ ഷെയ്ഖ് CP ഉമർ സുല്ലമി 8-10-12 പുസ്തകങ്ങളുടെ പേര് ഇങ്ങനെ പറഞ്ഞത്. അയാൾ തന്നെ നെട്ടിപ്പോയി. അയാൾ തന്നെ വായിക്കാത്ത പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. CP ചോദിച്ചു. അത്ഭുതപ്പെട്ട് മൂപ്പര് CP ഉമർ സുല്ലമിയുടെ നെറുകയിൽ ഇങ്ങനെ ചുംബിക്കുന്നുണ്ട്. അപ്പോൾ CP എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ അഖീദൻ്റെ ഈ സംഗതിയിൽ ഇങ്ങനെ തൗഹീദിൻ്റെ എണ്ണമൊക്കെ ചോദിച്ചിട്ടാണ് ആദ്യം അഖീദ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അശറത്തുൽ മുബശ്ശിരീങ്ങളും സഹാബത്തും ഒക്കെ തൗഹീദിനെ അങ്ങനെ അഖ്സാമാക്കി പഠിച്ചു കണ്ട് മുഖ്യദീങ്ങളായ ആൾക്കാരാണോ? അല്ല. അപ്പം അതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ പഠന സൗകര്യത്തിന് വേണ്ടി അതിൽ എത്രയോ ഗ്രന്ഥങ്ങൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രചിച്ചിട്ടുണ്ട്. അത് നല്ല നിലക്ക് പഠിക്കാനുള്ളൊരു സൗകര്യമാണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നതാണ്. എന്താ നമ്മുടെ വിഷയം? അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. പിന്നെ ആരെ കൂടി വേണം? വ ഉലുൽ അംരി മിൻകും, ഉലുൽ അംറിനെ കൂടി നിങ്ങൾ അനുസരിക്കേണ്ടതാണ് എന്നാണ്. കൈകാര്യകർത്താക്കൾ, അതിൽ ഭരണാധികാരികളും അധികാരം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവിടെ എന്ത് വേണം? നമ്മൾ നീതിയോടുകൂടി അള്ളാഹുവിൻ്റെ വിധിക്കും വിലക്കുകൾക്കും അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കണം എന്നതാണ് ഉലുൽ അംറിൻ്റെ. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു എന്ന ഹദീസിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണൽ നൽകുമെന്ന് പറഞ്ഞല്ലോ പരലോകത്ത്. അവരിൽ ഒന്നാമതായി എണ്ണിയത് ആരാണ്? അൽ ഇമാമുൽ ആദിൽ. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണകർത്താവാണ്, ഇമാമാണ് ഒന്നാമത്തേത് എണ്ണിയത്. പിന്നീടാണ് മറ്റു ആളുകളെയും പറയുന്നത്. അപ്പോൾ കൈകാര്യകർത്താക്കൾ നീതി പാലിക്കണം. അതേപോലെ തന്നെ അവർ അവരുടെ ചുമതലകൾ ഏറ്റെടുക്കണം. ഉലുൽ അംർ എന്ന് ഇപ്പോൾ രക്ഷിതാക്കൾ നിലയിൽ അറബിയിൽ എന്താ ഇപ്പോൾ പറയാന്നറിയാം? രക്ഷാകർത്തൃ സമിതിയൊക്കെ അല്ലേ? രക്ഷിതാക്കൾ ആരാണ്? ഉലുൽ അംറാണ്. അപ്പോൾ കുടുംബത്തിൻ്റെയും കൈകാര്യകർത്താക്കൾ ആരാണ്? കുടുംബത്തിലെ രക്ഷിതാക്കളാണ്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അപ്പോൾ ഉലുൽ അംറിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അനുസരണത്തിൽ ആരൊക്കെ പെടുമെന്നോ? ഭാര്യ ആരെ അനുസരിക്കണം? ഭർത്താവിനെ അനുസരിക്കണം. അനുസരണശീലമുള്ള ഭാര്യമാരാകണമെന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അല്ലേ? ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അമാനത്തും ഉണ്ട് അവിടെ. ഫസ്വാലിഹാത്ത്, സദ്വർത്തകളായ സഹധർമ്മിണികൾ, അവർ ഖാനിതാത്ത്,
അനുസരണശീലമുള്ളവരാകുന്നു. ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അവർ സംരക്ഷിക്കേണ്ടതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവളുമാകണം. ആര്? സ്ത്രീകൾ. സദ്വർത്തകരായ സ്ത്രീകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ അത് പറയുന്നുണ്ട്. ഇനി ഫഇൻ തനാസഅതുൻ ഫി ഷൈ, വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ, തനാസഅ എന്ന് പറഞ്ഞാൽ എന്താ? ഭിന്നിച്ചു. ഫഇൻ തനാസഅതും വഇൻ ഇഖ്തലഫ്തും, നിങ്ങൾക്ക് ഇഖ്തിലാഫുകൾ ഉണ്ടാവുകയാണെങ്കിൽ, തനാസുഅ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങളതിൽ ആരിലേക്ക് മടക്കണം? അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അള്ളാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ എന്തിലേക്ക് മടക്കണം? ഇലൽ കിതാബ്, ഇലൽ ഖുർആൻ. ഇലൽ റസൂൽ എന്ന് പറഞ്ഞാലോ വൈല സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രമാണങ്ങളിലേക്ക് മടക്കണം. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രമാണം എന്നതിൻ്റെ പ്രമാണമാണ് ഈ ആയത്ത്. ഏത്? ഒന്നാമത്തെ പ്രമാണം ഖുർആനാണെന്നും രണ്ടാമത്തെ പ്രമാണം നബിചര്യയാണെന്നും ഉള്ളതിൻ്റെ പ്രമാണമാണിത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുകയാണ് വേണ്ടത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ذَلِكَ خَيْرٌ وَأَحْسَنُ تَأْوِيلًا, ذَلِكَ خَيْرٌ, അതാണ് ഏറ്റവും ഗുണകരം നിങ്ങൾക്ക്, അതാണ് ഏറ്റവും നന്മ നിറഞ്ഞത്. ഖൈർ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വഅഹ്സനു തഅ്വീല എന്ന് പറഞ്ഞാലോ അതാണ് ഏറ്റവും നല്ല പര്യവസാനം നിങ്ങൾക്ക് നൽകുന്നത്. ഏതൊരു പ്രശ്നത്തിൻ്റെയും തീർപ്പ് നല്ല നിലയിലാകണം, പര്യവസാനം നല്ലതാകണം. അപ്പോൾ അഹ്സനു തഅ്വീലിന്, നല്ല പര്യവസാനത്തിന് ഏറ്റവും നല്ലതെന്താ? നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും കാര്യങ്ങൾ മടക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. പ്രമാണബദ്ധമായി നിങ്ങൾ പ്രശ്നപരിഹാരം നടത്തണമെന്നാണ് ഖുർആൻ അതിന് നമുക്ക് നൽകുന്ന ഉപദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന തെറ്റുകൾ, ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും വന്നുപോയിട്ടുള്ളവ നിൻ്റെ ഫضل കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാ രോഗികൾക്കും റഹ്മാനെ അവർക്ക് പരിപൂർണ്ണ ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിൻ്റെ കാരുണ്യം അതിരും എതിരുമില്ലാതെ നീ ചൊരിഞ്ഞു കൊടുക്കണമേ. നാഥ, നിങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.